അപകടകാരികളായ വന്യജീവികളെ കൊല്ലാൻ ഉത്തരവ് നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം. സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ 2023 പ്രകാരം ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. പട്ടികജാതി കുടുംബങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഐശ്വര്യ ഗ്രാമം. NS മാധവനാണ് ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2024 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാര ജേതാവ്. സമഗ്ര ലബോറട്ടറി പരിശോധനകൾ താഴേത്തട്ടിൽ ഉറപ്പുവരുത്തുന്നതിനായി കേരളത്തിലെ സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ശൃംഖലയുടെ പേരാണ് നിർണ്ണയ. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാന കമ്മീഷൻ്റെ ചെയർമാനാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് N. ജയൻ. കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്കാണ് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് റസൂൽ പൂക്കുട്ടി. കോഴിക്കോടിനെ സാഹിത്യ നഗരമായി യുനെസ്കോ അംഗീകരിച്ചതിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവന സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ്.